ഹലോ മക്കളെ, ഈ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ കണ്ടിരിക്കണം. അതായത് എക്സാം വിന്നറിന്റെ +1 റിവിഷൻ ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്തൊരു കാര്യമുണ്ടോ? മോഡൽ എക്സാം ഓൾറെഡി തുടങ്ങാൻ പോവാണ്. പബ്ലിക് എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി ഈ ബാച്ചിലെ കാര്യങ്ങൾ കുറേ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, അതൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ, അതുകൊണ്ടൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഫീസ് കുറവാണ്. അപ്പോൾ അതന്നെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്ന് മാത്രമല്ല ഈ ബാച്ചിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഒരു അവസരമുണ്ട്. അതെന്താണെന്നുള്ള ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം. പക്ഷെ അതൊന്നല്ല നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഫീസും അല്ല ഫ്രീ ആയിട്ട് പഠിക്കുക ഒന്നല്ല. നിങ്ങൾ ഈ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് നിങ്ങൾക്ക് ശരിക്കും യൂസ്ഫുൾ ആയിട്ട് വരുള്ളൂ. അതിൽ ഫസ്റ്റ് കാര്യമാണ് നമ്മുടെ ബാച്ചിലെ ഓരോ ചാപ്റ്ററിന്റെയും റിവിഷൻ ക്ലാസ്സുകൾ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചാപ്റ്റർ നിങ്ങൾ ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി മാത്സ് ആയിക്കോട്ടെ, ഏത് സബ്ജക്ട് എടുത്താലും അതിൽ ഓരോരോ ചാപ്റ്ററിന്റെയും കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ 2 hours-ലും 3 hours-ലും 4 hours-ലും ഓരോ ഡിപ്പെൻസ് ഓൺ ദി ചാപ്റ്റർ അത് നമ്മൾ റിവിഷൻ ക്ലാസ് ആയിട്ട് റെക്കോർഡറായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി പ്രാക്ടിക്കലി നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററും പഠിക്കാൻ നോക്കി കഴിഞ്ഞാൽ അതിനുള്ള സമയം നിങ്ങൾക്ക് ബാക്കി ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഫുള്ളായിട്ട് നിങ്ങൾ പഠിച്ചാൽ പോലും നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. അത് ചെയ്തില്ലേ പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ അവിടെ സെലക്ട് ആണ് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ചാപ്റ്റർ റിവിഷൻ ക്ലാസ്സിൽ നിങ്ങൾ ഫുള്ളായിട്ട് ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഒന്നിൽ 2x ഇട്ട് കാണാം. ഓർ ഈവൻ ബെറ്റർ നിങ്ങൾ അതിൻ്റെ നോട്ട്സ് PDF ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ആ നോട്ട്സ് മാത്രം പഠിച്ചാൽ മതി. ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് നോട്ട്സ് നോക്കുമ്പോൾ ഇത് മനസ്സിലാവുന്നില്ലെന്ന് തോന്നുകയാണ് ആ ഭാഗം മാത്രം എടുത്ത് കാണാം. ആ രീതിയിൽ പഠിക്കാം. നിങ്ങൾക്ക് അറിയാത്ത ചാപ്റ്റേഴ്സ് ആണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങളത് ഫുള്ളായിട്ടിരുന്ന് 2x ഇട്ടിട്ട് അല്ലെങ്കിൽ 1.5x ഇട്ടിട്ട് കണ്ട് തീർക്കുക ഫുള്ളായിട്ട്. കാരണം അത് നിങ്ങൾ യൂട്യൂബിൽ പോയി 1 ഷോട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിലുള്ള മാരത്തോൺ ക്ലാസ്സിൻ്റെ ഇടയിൽ കൂടെ പഠിക്കാൻ നോക്കരുത്. കാരണം നിങ്ങൾക്ക് അറിയാത്ത ചാപ്റ്ററാണ് നിങ്ങൾ ഫുള്ളായി പഠിച്ചിരിക്കണം. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് ഒരൊറ്റ ക്ലാസ്സിൽ എല്ലാ കാര്യങ്ങളും പഠിക്കണമെങ്കിൽ അത് റിവിഷൻ ക്ലാസ് തന്നെയാണ്. അതിലൊരു സംശയമില്ല. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം. ഷോർട്ട് നോട്ട്സിന്റെ ക്ലാസ്സുകൾ കിടപ്പുണ്ട്. അതും നിങ്ങൾ സെലക്റ്റീവ് ആയിട്ട് കാണാം. ഏറ്റവും ബെസ്റ്റ് എന്താണ്, അതിന് നോട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നോട്ട് നോക്കുക. അവിടെ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഷോർട്ട് നോട്ട്സിന്റെ ആക്ച്വൽ ക്ലാസ് ആ ഭാഗം മാത്രം എടുത്ത് കാണും. അപ്പോൾ നിങ്ങൾക്ക് കുറേ സമയം ലാഭിക്കാൻ പറ്റും. മാത്രമല്ല ഷോർട്ട് നോട്ട്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ റിവിഷനും ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന ഒരു ഐഡിയയും കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ ഷോർട്ട് നോട്ട്സിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇനി എന്തായാലും നിങ്ങൾ ഫുള്ളായിട്ട് ഉപയോഗിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് വർക്ക്ഷീറ്റിലെ ക്വസ്റ്റ്യൻസ്. ഇഷ്ടംപോലെ ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ നോക്കിക്കോ, പരീക്ഷയിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന അല്ലെ വരാൻ പോകുന്ന ചോദ്യങ്ങളിൽ ഈ ക്ലാസ്സുകളും ഈ വർക്ക്ഷീറ്റിൽ നിന്ന് അല്ലാത്ത ചോദ്യങ്ങൾ ഉണ്ടാവില്ല. ആ രീതിയിലായിരിക്കും ഉണ്ടാവും. അപ്പോൾ വർക്ക്ഷീറ്റിലെ ചോദ്യങ്ങൾ എന്തായാലും നിങ്ങൾ ചെയ്യണം. അതുകൂടാതെ സെലക്ടഡ് NCERT ക്വസ്റ്റ്യൻസും ഉണ്ട്. അത് നിങ്ങൾ ഈ പരിപാടി ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് എക്സ്ട്രാ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഒരു 5% ചോദ്യങ്ങളെ മാക്സിമം പോയാൽ അവിടെ നിന്ന് വരുള്ളൂ. പക്ഷേ ടഫ് ചോദ്യങ്ങളായിരിക്കും പരീക്ഷ ടഫായി വന്നാലും. ഓക്കെ, അപ്പോൾ അത് എക്സ്ട്രാ ഞാൻ അവിടെ കൊടുത്തില്ല. അത് അവസാനം ചെയ്യാൻ വേണ്ടിയില്ല കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വീഡിയോ സൊല്യൂഷൻസ് ഉണ്ട്. വീഡിയോ സൊല്യൂഷൻ ഫുള്ളായിട്ട് കാണാൻ നിർബന്ധമൊന്നുമില്ല. PDF ഡൗൺലോഡ് ചെയ്യുക. എല്ലാത്തിനും ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അറിയാത്ത അല്ലെ മനസ്സിലാവാത്ത ചോദ്യം PDF കണ്ടിട്ട് അല്ലെ ആൻസർ കണ്ടിട്ട് നിങ്ങൾ അത് വീഡിയോ സൊല്യൂഷൻ എടുത്ത് കാണാം. ആ രീതിയിൽ വേണം ഉപയോഗിക്കാൻ. അത് നിങ്ങൾ ഫുള്ളായിട്ട് ചെയ്തിരിക്കണം. അവിടെ ഒരു കോംപ്രമൈസും ഇല്ല. ക്വസ്റ്റ്യൻ ബാങ്കിന്റെ ബുക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആ ബുക്ക് നിങ്ങൾ മിനിമം ഒരു 3-4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ രൂപത്തിൽ തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ എക്സാമിന്റെ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഉപയോഗിക്കാൻ റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് യൂസ്ഫുൾ ആവുമെന്ന് മാത്രമല്ല നിങ്ങൾ ഗംഭീര രീതിയിലുള്ള മാർക്കുകൾ നിങ്ങളുടെ ഈ വർഷത്തെ പബ്ലിക് എക്സാമിൽ തന്നെ വാങ്ങാൻ പറ്റും. ഇനി മറ്റൊരു കാര്യം, ഈ ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള പരിപാടിയില്ലേ, അതെന്താണ്? വളരെ സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എക്സാമിനർ +2 ഏത് ബാച്ചോ, ഉയരെ ബാച്ച് ആയിക്കോട്ടെ, എൻട്രൻസിന്റെ ബാച്ചുകളൊക്കെ ഉണ്ട്. അതിൽ ഏത് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതായത് നമ്മുടെ ഈ റിവിഷൻ ബാച്ച് അഥവാ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, ഇൻക്ലൂഡിങ് അവർ സ്റ്റഡി മെറ്റീരിയൽ. അതായത് സ്റ്റഡി മെറ്റീരിയലും ഈ ക്രാഷ് ബാച്ച് ഫുൾ ആയിട്ടും അതേപോലെ +2ന്റെ ബാച്ചും +2ന്റെ കംപ്ലീറ്റ് ബുക്ക് സെറ്റും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഒരൊറ്റ ഫീസ് കൊടുത്തിട്ട് ഏതെങ്കിലും +2ന്റെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ മതി. ഉയരെ ബാച്ചാണ് ഉയരെ ബാച്ച്, എൻട്രൻസ് ബാച്ച് എക്സ്ട്രാ കാര്യങ്ങളും എക്സ്ട്രാ ഫീസൊക്കെ ഉണ്ടാവും. ഏത് ജോയിൻ ചെയ്താലും യു വിൽ ഗെറ്റ് ദിസ് ഫോർ ഫ്രീ. അപ്പോൾ നിങ്ങൾ എക്സാമിനറിനൂടെയാണ് +2 പഠിക്കാൻ ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കാനില്ല മക്കളെ. വേഗം തന്നെ +2 ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോ. ഇത് ഫ്രീ ആയി കിട്ടുകയും ചെയ്യും. +2 നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ബുക്ക് സെറ്റും വെച്ച് പഠിക്കും. കാരണം ഈ ബുക്ക് സെറ്റിന്റെ ഓഫറൊക്കെ അവസാനം ഇൻഫിനിറ്റി വരെ ഉണ്ടാവില്ല എന്നുള്ള കാര്യം കൂടെ ഓർമ്മിക്കുന്നു. ഇതൊക്കെ വെച്ച് പഠിച്ച കുട്ടികളാണ് കഴിഞ്ഞ വർഷം +1-ലും +2-ലൊക്കെ ഗംഭീര റിസൾട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ പോലെ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റും. അതിന് ആകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ ഇനിയും ലേറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇതൊന്നും കാര്യം ഉണ്ടാവില്ല. അപ്പോൾ മോഡൽ എക്സാം കഴിയട്ടെ അല്ലെങ്കിൽ പബ്ലിക് എക്സാമിന് ആവട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ നിങ്ങൾ ജോയിൻ ചെയ്യാതിരിക്കുകയാണ് ഭേദം എന്നുള്ള കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണം. താഴെ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. വേഗം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുക. തീർച്ചയായിട്ടും നിങ്ങളത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ. ടേക്ക് കെയർ.